ഹലോ അസ്സാം വലൈക്കും. എന്തല്ല എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എന്നാൽ ദുഃഖമുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസത്തെ വ്ളോഗാണ്. ഏതായാലും ഇതിൽ ഒരുപാട് റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലേ. ഇന്നത്തെ ദിവസം ഫ്രൈഡേ എന്ന് ഫാത്തുവിന് ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട്. 10 മണിക്കാണ് കേട്ടോ എണീച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ടാക്കാൻ തുടങ്ങിയത് ഒരു 10 മണി മുതലാണ്. 10-10:30 ആയിന് കേട്ടോ വീഡിയോ ഷൂട്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതാ സോഫമ്മലിൽ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും, ഇയർഫോണ്, അങ്ങനെ ഫാദുവിൻ്റെ ബാഗ് എന്തെല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെക്കലാം. എന്നിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബാക്കിയാവും കിച്ചണിലേക്ക് പോയാൽ. അപ്പം ബെഡും എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെക്കലാം. പെരുന്നാൾക്ക് ഞാൻ ഊതിലെ പുഴപ്പിച്ചിട്ടുണ്ടതിന് എപ്പോഴും ഇടയ്ക്ക്, അതായത് ഗസ്റ്റ് വരുമ്പോഴാ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല സ്മെല്ലല്ലേ. അപ്പോൾ ഊത് ഞാൻ പുഴപ്പിക്കലുണ്ട്. മാത്രം അതിൽ ഇലക്ട്രോണിക്കിൻ്റെ അതിൽ വെച്ചിട്ടാണ് ഞാൻ പുഴപ്പിക്കൽ. അതിലേക്ക് ഈ ഊതിൻ്റെ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഇട്ട് കൊടുത്താൽ അത് നല്ലോണം പുഴഞ്ഞിട്ട് വരുമല്ലോ. അപ്പം ഈ ഒരു പെരുന്നാൾക്ക് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ കണലിട്ടിട്ട് അതിൽ ഈ ഒരു ഊതിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ മുഴുവനായിട്ട് പുഴഞ്ഞിട്ടില്ല കേട്ടോ, അതങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ഒരു പൗഡർ. അപ്പോൾ നല്ല സ്മെല്ലുള്ള ഊതുവാണ്. അപ്പോൾ ഞാനിപ്പം അതെടുത്തിട്ട് ആ ഒരു കണൽ മാറ്റിയിട്ട് അതിൽ ആ ഊതിൻ്റെ പൗഡർ മാത്രം എടുത്തിട്ട് ഇലക്ട്രോണിക്കിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്വിച്ച് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇന്നലെ രാത്രിക്കൊക്കെ ഇന്ന് മുട്ടൻ്റെ ഗസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മുട്ട ഒഴിച്ചിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള ഒരു ഗസിലെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരിയും ഉണ്ടായിരുന്നു, ബാക്കിയുണ്ട് അത്. അപ്പം ഞാൻ വേഗം അത് ചൂടാക്കിയിട്ട് വെക്കലാം. അപ്പോൾ അതെല്ലാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതല്ല കേട്ടോ കഴിക്കൽ. ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ചെറുപയറിൽ മുളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതും രാവിലെ, അതായത് രാത്രിക്കൊക്കെ അതായിരുന്നു എൻ്റെ ഫുഡ്. അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടാക്കിയിട്ട് വെക്കുന്നുണ്ട്. അതും പിന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഇട്ടെടുത്തിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കാട്ടാ ചെയ്യുന്നുള്ളത്. ഞാൻ ചെറുപയർ മുളപ്പിക്കുന്ന വീഡിയോസ് എല്ലാം ഒരു വർഷം മുന്നെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര ഹെൽത്തി ആണല്ലോ. പിന്നെ ഫാദുവിനും അവർക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ ചെറുപയർ മുളപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കൽ. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ മുളപ്പിക്കുമ്പോൾ കുറച്ച് തോനെ മുളപ്പിച്ചിട്ട് വെക്കും. പിന്നെ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കലാം. പിന്നെ കുറച്ച് എടുത്തിട്ട് അങ്ങനെ വേവിക്കലാം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് തോനെ തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ എനിക്ക് ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിപ്പോൾ ഞാൻ ചൂടാക്കിയിട്ട് അതും ആപ്പിളും തൈരും കൂടെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആക്കലെല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നില്ലേ ക്ലീൻ ആക്കാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആരെങ്കിലും എൻ്റെ പുരയിൽ ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഞാൻ അന്ന് രാത്രിക്കൊക്കെ തന്നെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടാവും. പിന്നെ അന്ന് രാവിലെ ഒന്നും ഞാനൊന്നും ചെയ്യലില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് ഒന്ന് വിരിച്ചിട്ടെല്ലാം ഇടലുള്ളൂ. രാവിലത്തെ നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ആദ്യം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കലാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ അലമ്പാവും എനിക്ക് ഉച്ചക്കൊക്കെയുള്ള ഫുഡ് റെഡിയാക്കാനുള്ള. അപ്പോൾ ഞാൻ ആദ്യമല്ലേ ഇന്ന് മട്ടൻ വറുത്തരച്ചിട്ട് കറി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് മസാല ഉണ്ടാക്കിയിട്ട് കറി വെക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ബിരിയാണി വെക്കുന്നുണ്ട്. വെജിറ്റബിൾ ബിരിയാണി വന്നിട്ടാ. അപ്പം വെജിറ്റബിൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ബിരിയാണി ഇഷ്ടമാവും. നല്ലൊരു ഫ്ലേവറോട് കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ കോളിഫ്ലവർ ഇല്ല, അത് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഗീ റൈസും ആക്കുന്നുള്ളത്. അപ്പം റെസിപ്പീസ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഗസ്റ്റ് ആരാന്നുള്ളത് പറയണ്ടേ. എൻ്റെ ഉമ്മ, ഉപ്പ, ബ്രദർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഒരു ദുഃഖം കൂടെ ഉണ്ട് കേട്ടോ. അവർ നാട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ ഷാർജ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട്
ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റെല്ലാം എടുത്തിട്ട് പിന്നെ രാത്രി ഒരു 11 മണിക്കാണ് അവർ ഷാർജ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ ഒരു ദിവസം മുന്നേ വിളിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ നിന്നിട്ട് ഒരു ദിവസം 2 ദിവസം നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് ഷോപ്പൊക്കെ ആയതുകൊണ്ട് അവർക്ക് വരാൻ കഴിയുന്നില്ല. പിന്നെ ബ്രദറാണ് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ ആളുണ്ടാവില്ലല്ലോ. പിന്നെ ഷോപ്പെല്ലാം നടത്തുന്നവർക്കറിയായിരിക്കും, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന ആ ഒരു ദിവസം തന്നെയാണ് കേട്ടോ വരുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർക്ക് അല്ലായിരുന്നില്ലേ, എളുപ്പമാണെന്ന് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ടെല്ലാം ഉള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഷാർജ എന്നാൽ അത് ഭയന്ന് അവിടെ നിന്നെങ്കിലും ടിക്കറ്റ് എടുത്തോളിയും ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പിന്നെ ഉപ്പാക്ക് ബേജാറായപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഏതായാലും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫുഡ് ആക്കുന്നുള്ളത്. അപ്പം ഉമ്മാക്കെല്ലാം വെജിറ്റബിളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെജിറ്റബിൾ ബിരിയാണി ആക്കുക, പിന്നെ കോളിഫ്ലവർ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബ്രദർ ഉണ്ടല്ലേ, അപ്പം മട്ടൻ്റെ കറി ആക്കുക, ഗീ റൈസും ആക്കുക. ആദ്യം തന്നെ ഫുഡിന് എന്തൊക്കെ വെജിറ്റബിളെല്ലാം വേണ്ടത് അതനുസരിച്ചിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടെല്ലാം വെക്കല. അപ്പോൾ കോളിഫ്ലവർ ആദ്യം നല്ലോണം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വിഷം അതെല്ലാം പോവുമല്ലോ. അപ്പോൾ അതാ കോളിഫ്ലവറെല്ലാം ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൈയായിട്ട് ഇങ്ങനെ പിച്ച് എടുത്താട്ടെ. നമ്മൾ കത്തിയായിട്ട് ഇങ്ങനെ പീസാക്കുമ്പോൾ അത് വലിയ രസം ഉണ്ടാവില്ല. അതേപോലെ വലിയ പീസ് എടുക്കുകയെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചുടുവെള്ളം പച്ചരി അതായത് വെള്ളപ്പാക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് പച്ചരി പൊതിർന്ന് കിട്ടാൻ കുറച്ച് തോനെ തന്നെ ചുടുവെള്ളത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ കോളിഫ്ലവർ പീസാക്കിയിട്ട് അതിതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ വിഷമൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് രാത്രിക്കൊക്കെ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പെട്ടെന്നാവാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ. പച്ചരി പെട്ടെന്ന് പൊതിർന്ന് വരാനും വേണ്ടിയിട്ട് വെള്ളം തിളക്കുന്നതിൻ്റെ മുന്നേ നല്ലോണം നൊര ഇങ്ങനെ വരല്ലേ, ആ ഒരു ടൈമിൽ തീ ഓഫാക്കിയിട്ടതാ അതിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ആയത്. എനിക്കില്ലേ ഇഡ്ഡലീൻ്റെ റെസിപ്പി ചെയ്ത ടൈമിൽ എനിക്കിങ്ങനെ കമൻറ്റ് വരുന്നുണ്ട്, ഏത് റൈസാണ് നല്ലത്, പച്ചരി ഏതാ വൈറ്റ് റൈസ് ഏതാ നല്ലത് എന്നെല്ലാം ചോദിച്ചിട്ട്. ഞാനില്ലേ നെസ്റ്റോയിൽ ഓഫർ ഉണ്ടാകുന്ന ആ ഒരു പച്ചരി തന്നെയാണ് കേട്ടോ എടുക്കൽ. പക്ഷേ അതിൻ്റെ ബ്രാൻഡ് നെയിം എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അതിൻ്റെ കവറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനിനി നെക്സ്റ്റ് എപ്പോഴെങ്കിലും പച്ചരി വാങ്ങുമ്പോൾ കറക്റ്റ് അതിൻ്റെ പേരെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അതിൻ്റെ കവറെല്ലാം കാണിക്കുക. പക്ഷേ നമ്മളെപ്പോഴും പച്ചരി എടുക്കുമ്പോഴല്ലേ നല്ലോണം വാഷാക്കിയിട്ട് അതിൻ്റെ ആ ഒരു പശ ഒഴിവാക്കണം കേട്ടോ, എന്നാലാണ് ഒട്ടാതെ അങ്ങനെ ഇരിക്കുള്ളൂ. കുറേ വട്ടം ഒന്ന് വാഷാക്കിയാൽ മതി, ഒരു 4-5 വട്ടം വാഷാക്കിയാൽ അതിൻ്റെ ആ ഒരു പശപ്പെല്ലാം നല്ലോണം പോവും. പശ ഉണ്ടാകുമ്പം അങ്ങനെ ദോശ ആയാലും എന്തായാലും ഒട്ടുന്നതാണ്. അപ്പം അങ്ങനെ കേട്ടോ. ഇനിതാ ഞാൻ ഈ മട്ടനില്ലേ നല്ലോണം കഴുകിയിട്ട് കുറേ വട്ടം കഴിക്കും മട്ടന്. പിന്നെ ഇപ്പം ഞാൻ പറയുന്നതല്ലേ സ്മെല്ല് വരും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ അതാ നല്ലോണം വാഷാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സുർക്ക അത് ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഒരു വട്ടം കൂടെ എടുത്തിട്ട് നല്ലോണം ഒന്ന് വാഷാക്കലാണ് ചെയ്യൽ. ഇന്ന് പനനീർ വെച്ചിട്ട് ബിരിയാണിയാണ് ആക്കുന്നുള്ളത്. ഇതിൽ പൊട്ടാറ്റോ എല്ലാം ആഡ് ചെയ്തിട്ട് അങ്ങനെ കേട്ടോ ആക്കുന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 kg ആണ് കേട്ടോ പനനീറുള്ളത്. ഈ ഒരു പനനീർ ബിരിയാണി ആയാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇതിലൊരു മസാല പൗഡറെല്ലാം കൂട്ടിയിട്ട് ആക്കുന്നുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ അതാ കുറച്ച് ഒണിയനെല്ലാം വേണം, അതായത് നമ്മൾ ആ മട്ടൻ്റെ കറിക്കും വേണം, പിന്നെ ബിരിയാണിക്കും വേണം, പിന്നെ ഫ്രൈ ചെയ്യാനും വേണം. അപ്പോൾ ഒരു 10-11 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസും വലിയ സൈസും ഒക്കെ ഉണ്ട്. ഒരു 11 ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കലുണ്ട്. ഈ ഉള്ളി കട്ട് ചെയ്യുന്ന കേട്ടോ ഭയങ്കര പാട്. കാര്യം ഫ്രൈ ചെയ്യാനില്ലേ ഒരു സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരേ രീതിയിലാവണം. അപ്പം പിന്നെ മസാല ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഒരേ രീതിയിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. സ്ലൈസ് നല്ല കട്ടില്ലാതെ കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആവും മസാല എല്ലാം. അതായത് ഉള്ളി വാട്ടുമ്പോഴെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ല കുറച്ച് വലിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താലില്ലേ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടാല.
അപ്പോൾ ഞാൻ ഇതുപോലത്തെ സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഫ്രൈ ചെയ്യാൻ എപ്പോഴും ഉള്ളി എടുക്കുമ്പം ഞാൻ പറയലില്ലേ സ്ലൈസ് ആക്കിയിട്ട് ഒരേ രീതിയിൽ കട്ട് ചെയ്യണമെന്ന്. പിന്നെ അതിൻ്റെ എന്താ പറയുക ഉള്ളിൻ്റെ ആ ഒരു മുത്ത് പോലത്തെ സാധനം ഇല്ലേ, ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് മാറ്റുന്നില്ലേ, ആ ഒരു സാധനം എന്തായാലും ഒഴിവാക്കണം കേട്ടോ. കാര്യം നമുക്ക് സ്ലൈസ് ആക്കിയിട്ട് അടർന്ന് വരികയില്ല. അപ്പോൾ അത് ഒഴിവാക്കിയാൽ അടർന്ന് നല്ല കൈയേറ്റൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ തന്നെ നല്ല സ്ലൈസ് ആക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് അടർന്ന് വരും. അപ്പോൾ അതിനാണ് ആ ഒരു മൊട്ട് ഒഴിവാക്കുന്നത് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം അറിയുന്നവർ സോറി കേട്ടോ. പിന്നെ ഈ ഒരു സ്ലൈസറിന് കട്ട് ചെയ്താൽ ഇതുപോലത്തെ കുറേ പീസസ് കിട്ടും കേട്ടോ. ലാസ്റ്റ് വരുന്ന എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൈയെല്ലാം അടിച്ച് പോവില്ലേ ഇങ്ങനെ വരുതുമ്പോൾ സ്ലൈസർമൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റത്തെ ആ ഒരു പീസസിൽ ഷേപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ വേറെ എന്തെങ്കിലും, അതായത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാൻ എടുക്കാമല്ലോ കേട്ടോ. മസാല ബിരിയാണി മസാലക്കെല്ലാം ഉപയോഗിക്കും. ഫ്രൈ ചെയ്യാൻ ആ ഒരു പീസസ് എടുക്കരുത് കേട്ടോ, അപ്പോൾ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണി ആക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് റൈസ് എടുക്കുന്നുള്ളൂ കേട്ടോ. 2 കപ്പ് റൈസ് എടുക്കുന്നുള്ളൂ. റൈസ് ജീരകശാല അരിയല്ല കേട്ടോ, നമ്മൾ മന്തിയെല്ലാം വെക്കാൻ എടുക്കുന്നില്ലേ ആ ഒരു റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു അരമണിക്കൂർ പൊതിർത്ത് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല നീളമായിട്ട് വരും. അപ്പോൾ അത് വെള്ളത്തിൽ പൊതിർത്ത് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ പൊതിർത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ബിരിയാണിക്കും അതുപോലെ മസാലയ്ക്കും വേണം കുറച്ച്, ബിരിയാണീൻ്റെ മസാലയ്ക്കും വേണം കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തത്. അപ്പം അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ടാവും, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ അടുപ്പിൽ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മട്ടൻ കറി വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ മസാല അരച്ചിട്ടാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു 10-20 കാശ്മീർ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഞാൻ അരച്ചത് ചേർത്ത് കൊടുക്കുന്നില്ല, ഞാനിപ്പോൾ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 10-20 കാശ്മീർ മുളക് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട്. ആദ്യം കാശ്മീർ മുളക് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ ഒരു ചട്ടിയിൽ തന്നെ മുളക് വറുത്തതിന് ശേഷം അതിലേക്ക് മല്ലിയും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ, ഉള്ളി ഫ്രൈ ചെയ്യായിട്ടത്. അപ്പം അതും ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പം അതും പെട്ടെന്ന് മാറ്റണം കേട്ടോ. കാര്യം പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ എല്ലാത്തിൻ്റെ ടേസ്റ്റും മാറിപ്പോവും. നമ്മൾ മസാലയിൽ കൂട്ടുന്നതല്ലേ, പിന്നെ ഗീ റൈസിൽ കൂട്ടുന്നുണ്ട്, അപ്പം എല്ലാത്തിൻ്റെ ടേസ്റ്റും ചേഞ്ചായി പോവും. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ എടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഓയിലിൽ നിന്ന് മാറ്റി കഴിഞ്ഞാലും ചെറുതായിട്ട് പിന്നെയും കളർ ചേഞ്ച് ആവും. അപ്പം ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ അതിൽ നിന്ന് ഓയിലിൽ നിന്ന് ഊറ്റിയെടുത്താൽ മതി കേട്ടോ, ഒരു അരിപ്പയിലേക്ക് ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇൻഷാ അല്ലാഹ് യൂസ്ഫുൾ ആകുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉള്ളി എങ്ങനെ ഫ്രൈ ചെയ്യുമ്പം എങ്ങനെ നല്ല മൊരിപ്പിൽ നല്ല ഈസി ആയിട്ട് എങ്ങനെ കിട്ടുക, അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമല്ലോ. അങ്ങനെ അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ മുഴുവനായിട്ട് പറയുമ്പോൾ നമ്മൾ റെസിപ്പി കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം മുളക്, മല്ലി, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി അതിട്ടിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ വട്ടം ഉള്ളി ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇതുപോലെ ബിരിയാണിയെല്ലാം വെക്കുമ്പം അതിൻ്റെ ആ ഒരു മുന്തിരിൻ്റെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ ബിരിയാണി കഴിക്കാനായിട്ട്, ഇങ്ങനെ ദമ്മിട്ടിട്ട് കഴിക്കുമ്പം അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കില്ലേ ഇങ്ങനെ ഈ ഒരു മുന്തിരിയില്ലേ ഇങ്ങനെ പൊന്തിയിട്ട് വരുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ, കരിഞ്ഞു പോകണ്ട. ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ. ഇതിങ്ങനെ കാണുമ്പം ഭയങ്കര രസമാണ്, പക്ഷേ പിന്നെ അത് കുറച്ച് ചുങ്ങിയിട്ട് പോകും കേട്ടോ. ഈ ഒരു ടൈമിൽ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ഇനിയിപ്പം ആ ഒരു ഓയിലിലേക്ക് തന്നെ ഞാൻ പനിനീറില്ലേ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പനീർ ഇട്ട് കൊടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം പനീർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുത്ത പാട് ഇളക്കി കൊടുക്കരുത് കേട്ടോ, കാര്യം പൊടിഞ്ഞു പോകും പനീർ. അപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു ഗോൾഡൻ കളറായിട്ട് വരും അതിൻ്റെ ഒരു സൈഡെല്ലാം, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതുവരെ ഇട്ട് കൊടുത്ത പാടന്നെ
എന്താ പറയുക പനീർ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ, ഇളക്കി കൊടുക്കരുത്, കയ്യിലിട്ടിട്ട് പൊട്ടിപ്പോവും, അതൊന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അതാ ഞാനൊരു ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൈമിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പോൾ അതാ ഈ ഒരു കളറായിരിക്കണം കേട്ടോ, ചെറിയൊരു ഗോൾഡൻ ടച്ച് വരണം. ആ ഒരു ടൈമിൽ ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഈ ഒരു ഓയിൽക്ക് തന്നെ ഒരു ഉരുളങ്കിയങ്ങ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പൊട്ടാറ്റോ. തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ. പൊട്ടാറ്റോ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് ഓയിൽ പിടിച്ച് പോകും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചെല്ലാം ഇട്ടിട്ട് ചെറിയ ഗോൾഡൻ കളറായിട്ട് വരുമ്പം അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ ടൈം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അവരെത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആക്കുകയെന്ന്. അപ്പോൾ അത് ഞാൻ ചെറിയ ഗ്യാസ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു അടുപ്പത്ത് നമ്മൾ ആ മട്ടൻ്റെ കറിയാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരടുപ്പത്ത് ഉള്ള റൈസ് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കറിക്കുള്ള കുക്കറിൽ കറിയാട്ടോ ആക്കുന്നുള്ളത്. അപ്പോൾ ഗ്രാമ്പു, പട്ട, ഏലക്ക പൊട്ടിച്ചെന്ന് പറഞ്ഞില്ല, അതിലേക്ക് ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ചെറിയ ഉള്ളിയാണ്, അത് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചില്ലേ, അതിൽ നിന്ന് ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഉണ്ടെങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഓയിലില്ലാതെ എങ്ങനെയാണ് ഉള്ളി നല്ലോണം സോഫ്റ്റായിട്ട് വാടിയിട്ട് കിട്ടുകയെന്നെല്ലാം ഞാൻ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഞാൻ ആരെങ്കിലും ഗസ്റ്റെല്ലാം വരുമ്പം എന്തായാലും ഓയിലെല്ലാം യൂസ് ആക്കിയാലെല്ലാം ടേസ്റ്റ് ഉണ്ടാവില്ല കറി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം സോഫ്റ്റാക്കിയിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി നല്ലോണം സോഫ്റ്റ് ആവണം, അതായത് ചെറിയൊരു ഗോൾഡൻ ടച്ച് വരണം കേട്ടോ, അതുവരെ നല്ല സോഫ്റ്റാക്കിയിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം സോഫ്റ്റായിട്ട് വന്നാലില്ലേ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് തോനെ തന്നെ കറിവേപ്പില ഒന്ന് കയ്യേറ്റി പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് മട്ടന് നമ്മൾ വാഷാക്കിയിട്ട് ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു മട്ടൻക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടില്ലേ, ഇത് വിസിലിടാതെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കട്ടോ. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അതായത് ഇതിൽ നിന്ന് ഈ ഒരു മട്ടന് വൈറ്റ് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരും. ആ ഒരു ടൈം വരെ 2 മിനിറ്റ് കേട്ടോ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിലിടാതെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പൊട്ടാറ്റോ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചില്ല, അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ടായിന്. പിന്നെ റൈസ് വെന്തിട്ടുണ്ട്, ബിരിയാണിക്കുള്ള റൈസ് വെന്തിട്ടുണ്ട് കേട്ടോ, അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഗീ റൈസ് ആക്കുന്നില്ലേ, അപ്പം ഗീ റൈസ് ആക്കാനിതാ ആ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ആക്കുന്നുള്ളത്. കുറച്ച് നെയ്യും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉള്ളി ഇട്ടെടുത്തതിന് ശേഷം കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 1 കപ്പ് റൈസാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നുള്ളത്. അപ്പം അത് ഒഴിച്ചെടുത്തിട്ട് അതവിടെ മൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ മട്ടനില്ലേ കറിക്കുള്ള അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാസ് വന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ ഓപ്പൺ ആക്കിയിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച് തൂവും. അപ്പം നല്ല ചൂടോട് കൂടി ഒരിക്കലും ഓപ്പൺ ആക്കരുത് കേട്ടോ, ഇങ്ങോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം ഓപ്പൺ ആക്കാൻ. ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ ശേഷം കേട്ടോ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ മട്ടനിൽ നിന്ന് കുറച്ച് തോനെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നല്ലോണം ഇളക്കിയിട്ട് ഇതിലേക്ക് 2 തക്കാളി ഇട്ടാ, വലിയ തക്കാളി സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും എല്ലാം ഇറച്ചിയെല്ലാം നമ്മൾ വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. തക്കാളിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് നമ്മൾ അരച്ച മസാലയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അപ്പം ഈ അരച്ചതിൽ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഉണ്ടല്ലോ, മല്ലി, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ടായതുകൊണ്ട് ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സഫ ഫുഡ് ലാൻഡ് മസാല റെസിപ്പിന്ന് അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. കറക്റ്റായിട്ട് അതിലും നല്ല കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 4-5
4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി നോക്കുക കേട്ടോ ആദ്യം. എന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അപ്പോൾ നമുക്കറിയുന്നല്ലേ എത്ര വേണമെന്നുള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മസാല ചേർത്തെടുത്താൽ മതി കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു മട്ടനിൽ നല്ലോണം മസാല പിടിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവും കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കുക. മട്ടന് വേവ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5-6 വിസിലാക്കി എടുക്കട്ടെ. മട്ടനായതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം 2 വിസിലാക്കി എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 വിസിലാക്കി എടുക്കട്ടെ. അടുത്തത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല, അത് വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചിട്ട് വെച്ചിനല്ലേ, അപ്പോൾ അത് ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പം അതിലേക്ക് ഒരു മസാല റെഡിയാക്കുക, ഒരു കോട്ടിങ് കൊടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മൾ അരച്ച മസാല ഇല്ലേ ഇപ്പം, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ പത്തിരിൻ്റെ പൊടിയില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ 1 ടേബിൾ സ്പൂണ് സോയ സോസ്, 1 ടേബിൾ സ്പൂണ് അര ടേബിൾ സ്പൂൺ സോയ സോസാണ് കേട്ടോ, 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി. കാര്യം അതിലേക്കില്ലേ സോയ സോസിൽ ഉപ്പുണ്ടായിരിക്കും. പിന്നെ നമ്മൾ കോളിഫ്ലവർ വെള്ളത്തിലിട്ട് വെക്കുമ്പം അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പം നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാര്യം ഇത് നല്ല തിക്കിൽ വേണ്ട, കുറച്ചൊരു വെള്ളം പോലെ ആക്കുക. നമുക്ക് മസാല നല്ല കോളിഫ്ലവറിന് നല്ലോണം പിടിക്കണം കേട്ടോ. അപ്പം ലൂസ് പോലെ ഈ ഒരു ബാറ്റർ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോളിഫ്ലവറിന് അങ്ങനെ പിടിക്കുകയില്ല. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഇങ്ങനെ വേറെ വേറെ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവി പോലെ ആക്കുക. എന്നിട്ട് കോളിഫ്ലവറില്ലേ അത് ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ബിരിയാണി എല്ലാം സെറ്റായിട്ട് വരുമ്പോഴത്തേന് ഇതും മസാല എല്ലാം പിടിച്ചിട്ട് സെറ്റാവും. അപ്പം അതൊന്ന് മസാല തേച്ചിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് അരമണിക്കൂർ. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം കേട്ടോ മസാലേൻ്റെ തിക്നെസ്. നല്ലോണം വെള്ളം കൂടരുത്, ഇതുപോലെ കേട്ടോ. അഥവാ വെള്ളം കൂടാന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവറാ പത്തിരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് അരമണിക്കൂർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല സ്പെഷ്യലായിട്ടുള്ള ഒരു മസാല ഉണ്ടായിരുന്നു ബിരിയാണി ആക്കുന്നുള്ളതെന്ന്. അപ്പം ഈ ഒരു മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. 1/2 കിലോ ബിരിയാണിക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ ഒരു 2 ചുക്കിൻ്റെ കഷ്ണം കേട്ടോ, അതും പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഉപ്പ ഉമ്മ ബ്രദർ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ടൈമായിട്ടുണ്ട്. അവർ കറക്റ്റ് 1 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. 12:30 ആയപ്പോഴത്തേന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ ഉമ്മപ്പെല്ലാം വന്ന്. പിന്നെ ഇതിൻ്റെ 2ാമത്തെ ബ്രദറാണ് കേട്ടോ. അവൻ എപ്പോഴായാലും കിച്ചണിലേക്കാണ് കേട്ടോ വരൽ. എന്താ ഉണ്ടാക്കുന്നത്, അവനക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഏടായാലും കേട്ടോ അവനക്ക് അങ്ങനെ വലിയ നാണക്കേടൊന്നുമില്ല, നേരെ കിച്ചണിലേക്ക് വരും. എന്നിട്ട് എന്താ ഫുഡാക്കുന്നതെന്നെല്ലാം നോക്കും അങ്ങനെ. അപ്പം പിന്നെ ഫാദു ആപ്പിളിൻ്റെ ജ്യൂസ് റെഡി കൊടുത്തിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് വന്നപാട്. പിന്നെ ഇപ്പോൾ പള്ളിയിലെല്ലാം പോയി, ഇവിടെ 1:30 നിസ്കാരമുള്ളത്. അപ്പോൾ പള്ളിയിലെല്ലാം പോയിട്ട് വന്നിട്ടാണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സ്പെഷ്യൽ മസാല, നമ്മളെ ബിരിയാണിക്കുള്ള ചുക്കും അതുപോലെ തന്നെ കസൂരി മെത്തിയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂണ് കസൂരി മേത്തി, 2 കഷ്ണം ചുക്ക്, അത് നല്ലോണം പൊടിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടിയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളത്. അതിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യ് തന്നെ, 6 kg പോലത്തെ നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ, അല്ലെങ്കിൽ മറ്റേ അമൂലിൻ്റെ നെയ്യായാലും മതി. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം 2 ഉള്ളി ഉണ്ട്, വലിയ ഉള്ളി 2 ഉണ്ട്. അത് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീസറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ക്യൂബ്സ് ആയിട്ട് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി കേട്ടോ, 2 മീഡിയം സൈസ് തക്കാളിയാണ്. അതും സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ തക്കാളി വേവിച്ചെടുക്കട്ടെ. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. തക്കാളി വെന്തതിൻ്റെ ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചില്ലേ ചുക്കും കസൂരി മെത്തിയും കൂടെ അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ചെറിയ തീയിൽ വെച്ചിട്ട് ആ ഒരു പൊടിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനിനീർ അതുപോലെ പൊട്ടാറ്റോ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, ഉപ്പുണ്ടാ ഇല്ല എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് മസാലയും അതുപോലെ ഈ പനീറും പൊട്ടാറ്റൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് മൂടിയിട്ട് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുന്നിട്ട്. അപ്പോഴേക്കും ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചില്ല അതിൽ നിന്ന് കുറച്ച് ഉള്ളിയും പിന്നെ അതുപോലെ മുന്തിരി അതുപോലെ അണ്ടിപ്പരിപ്പ് അതെല്ലാം കുറച്ച് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടിയിട്ട് അടവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ മുകളിൽ ഇങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണീൻ്റെ മസാല 2 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ മൂടി വെച്ചിട്ടുണ്ടായിന്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കട്ടെ. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, ഉപ്പ് കറക്റ്റ് ഉണ്ടാ ഇല്ല എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതിലേക്കില്ലേ 2-3 പച്ചമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് എരിവ് വേണം എന്നാലാ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം 2-3 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ മിക്സാക്കുന്ന സ്പീഡ് കൊണ്ട് ചട്ടി അങ്കമാലി എന്നെല്ലാം പോകുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇളക്കി കളിക്കുന്നുണ്ട്. അപ്പം എന്തായാലും വികാല കേട്ടോ, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം അതൊരു ടെൻഷനാവണ്ട, വികാല കേട്ടോ, അതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പം ഞാനിപ്പോൾ എഡിറ്റ് ആക്കുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്ന് അങ്ങനെ. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് റൈസ് വേവിച്ച് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലയിലെ കുറച്ച് തോന മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുമ്പം, തൈര് ചേർത്ത് കൊടുക്കുമ്പം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ഓണിയന് അതും ചേർത്ത് കൊടുത്തിട്ട് 2 ലെയറായിട്ടാട്ടാ ഞാൻ ഇതിൽ സെറ്റാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മിൽമ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാ. ഞാനിപ്പോൾ ചെറിയ അടുപ്പത്തേക്ക് മാറ്റിയതാണ് ലോ ഫ്ലെയിമിൽ വെക്കാനും വേണ്ടിയിട്ട്. അടിയിൽ പിടിക്കാൻ നോക്കട്ടെ, ചട്ടിയാന്ന് എൻ്റെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടേന്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ചട്ടിയാകുമ്പോൾ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് ദമ്മിട്ട് കൊടുക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ്. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിലില്ലേ നമ്മൾ ബട്ടാട്ട എല്ലാം ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടോറ്റ പിന്നെ പനീറെല്ലാം ഫ്രൈ ചെയ്ത് വെച്ച ഓയിലുണ്ടല്ലേ, അപ്പം അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുക്കട്ടോ. 2 വട്ടായിട്ടാട്ടാ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചത്. അതിൻ്റെ ഇടയിൽ ഉപ്പയും ഫാദറും ബ്രദറും എല്ലാം നിസ്കരിക്കാനും വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില മുളക് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗീ റൈസും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുக்கலாம். ഗീ റൈസിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരി എന്തായാലും ചേർത്ത് കൊടുക്കട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റും മണക്കെന്നിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഗീ റൈസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിനിയിപ്പം സെർവ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അവർ പള്ളിയിൽ നിന്ന് ഇപ്പോൾ വരും. അപ്പോഴത്തിന് ഞാനെല്ലാം റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടെല്ലാം വെക്കലാം. പിന്നെ മട്ടൻ കറിയിലെ ഇതുപോലെ മുളക് അരച്ചിട്ട് വെക്കുന്നത് ഞാൻ ഉപ്പളത്തെത്തിയപ്പോഴാട്ടോ ഫസ്റ്റായിട്ട് കാണുന്നത്. നമ്മളവിടെ വെറും പച്ചമല്ലിയില്ലേ അതും കുരുമുളക് ഇട്ടിട്ടാണ് കേട്ടോ എപ്പോഴായാലും മട്ടൻ ഉണ്ടാക്കൽ. ഇതുപോലെ കാശ്മീർ മുളക് ഒന്നിട്ടിട്ട് അരക്കല. അപ്പോൾ ആദ്യമായിട്ടാട്ടോ ഞാൻ ചുവപ്പ് മുളകിൽ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഉപ്പളത്ത് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് ചുവപ്പ് മുളകിലുള്ള മട്ടന് കൂട്ടുന്നുള്ളത്. അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തൈരും ഉള്ളിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അതും ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അതൊന്നും പിന്നെ വീഡിയോസ് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതെല്ലാം ടേബിളിൽ സെറ്റാക്കലാം. അപ്പം അൽഹംദുലില്ലാ അപ്പോൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. പിന്നെ ചിലർ ചോദിക്കലുണ്ട് കേട്ടോ നിൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണ്ട കേട്ടോ. നമുക്ക് ഓരോ പടക്കുമ്പോൾ തന്നെ ഓരോ സൗണ്ട് തന്നിട്ടുണ്ടാവില്ലേ. ഇനിയിപ്പം സൗണ്ട് വേറെ തന്നെ ചേഞ്ച് ആക്കാനൊന്നും കഴിയാലല്ലോ. സൗണ്ട് അങ്ങനെ തന്നെയല്ലേ, നമ്മൾ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റാം. അതേപോലെ അല്ലല്ലോ പിന്നെ സൗണ്ട്
ഒരേപോലെ തന്നെയല്ലേ. അത് ആരെന്നൊന്നും അറിയില്ല, എല്ലാവരും അല്ല കേട്ടോ, എന്നെ ഇഷ്ടപ്പെടുന്നവരാരും പറയലില്ല. പക്ഷേ വോയിസിനെ പറ്റിയിട്ട് എന്നെ ഇഷ്ടമില്ലാത്തവരായിരിക്കും, അറിയുന്നവരായിരിക്കും, എനിക്കറിയാം. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ കാണണ്ട, അത്രയും എനിക്ക് പറയാനുള്ളൂ. ബേജാറാവാനായിട്ടൊന്നും പറഞ്ഞല്ല, ഞാൻ നേരെ പറഞ്ഞതാ. പിന്നെ അപ്പോൾ അതിൻ്റെ ഉമ്മാനെ കാണുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് കമൻ്റ് ആക്കലുണ്ട്. അതിൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട് കേട്ടോ, അങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ അങ്ങനെ വരല. നമ്മൾ ഫുഡെല്ലാം എടുത്ത് വെക്കുമ്പോൾ എല്ലാം വീടെല്ലാം എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വരൽ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഉമ്മാൻ്റെ ഒരു നമ്മളെല്ലാവരും കൂടെ തന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് നേരമെല്ലാം ഇരുന്ന് പിന്നെ അവർ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയിലെ ഫ്ലൈറ്റ്, അതുകൊണ്ട് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ അതാ ഞാൻ എൻ്റെ ഉപ്പ അവിടെ നല്ലതെന്ന് വരുമ്പോൾ അല്ലേ ഈത്തപ്പഴം കൊണ്ടുവന്നേന് കേട്ടോ. ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി അതിൻ്റെ ഫ്രണ്ടുണ്ട്, അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അഫ്സലിന്. അപ്പം ഞാൻ കുറച്ചവിടെ മാറ്റി വെക്കുന്നുണ്ട്, കുറച്ച് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബെടക്കായി പോവുമല്ലോ. ഫൗസാന് ഇല്ലായിരുന്നു കേട്ടോ, പുറത്ത് പോയിട്ടുണ്ടേന്. അവന് ഉച്ചക്കൊന്നും ഇല്ലേന്, അവന് പുറത്ത് പോയിട്ടുണ്ടേന്. അങ്ങനെ അവന് വൈകുന്നേരം കേട്ടോ വന്നത്. ഇനിയിപ്പോൾ അതാ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ ഷൂട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെള്ളപ്പത്തിന് അരി വെള്ളത്തിലിട്ടീനല്ലേ ഉപ്പാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ അത് പറഞ്ഞ് വേണ്ട, നമ്മൾ ചായക്കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചായക്കടയിൽ പോയിട്ട് ഒരു 8 മണിയെല്ലായപ്പം ചായക്കടയിലെത്തിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ നേരെ അവരെ കൊണ്ടാക്കാനും വേണ്ടിയിട്ട് ഇതാ എയർപോർട്ടിലേക്ക് പോക്കാന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം അവർ നാട്ടിലേക്ക് പോയി. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്, പിന്നെ ദുഃഖമുണ്ട് കേട്ടോ. ഒരു പോയല്ലേ, ഇനിയിപ്പം എപ്പോഴാ കാണുക ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് എപ്പോഴാണ് പോവുക അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പോയി. പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാ. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.